നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിജയിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. വിജയോടൊപ്പം കാവലൻ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ് പറഞ്ഞത്. അതിനുശേഷം ഞാൻ വീണ്ടും വിജയോടൊപ്പം വേലായുധം എന്ന് പറഞ്ഞ ഒരു സിനിമയിലെ വിജയുടെ കൂടെ എൻ്റയർ ടീമാണ് എന്നെ, ഫസ്റ്റ് സിദ്ദിഖ് സാറാണ് എന്നെ അതിലേക്ക് കൊണ്ടുവന്നതെങ്കിലും പിന്നത്തെ സെക്കൻഡ് പടം കാവലിന് ശേഷം വേലായുധമാണ്. അപ്പോൾ വിജയുടെ ആ ഒരു എൻ്റയർ ക്രൂവായിട്ട് ഞാൻ നല്ല ബന്ധമായി. അങ്ങനെ ആ എൻ്റയർ ക്രൂവാണ് വേലായുധം എന്ന് പറയുന്ന സിനിമയിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിലൂടെ വീണ്ടും ആ ബന്ധം ഭയങ്കരമായിട്ട് വളർന്നു. പിന്നെ വിജയ് എറണാകുളം അതിൻ്റെ പ്രമോഷൻ കാര്യങ്ങളായിട്ട് വന്നു. അങ്ങനെ വിജയോടൊപ്പം തന്നെ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ആ ബന്ധങ്ങൾ പോയി. ഇപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കും ആ ബന്ധമുണ്ടോ. ഇപ്പോഴും ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. വിജയ് ഇപ്പോൾ വലിയൊരു പോസ്റ്റിലോട്ട് പോകാൻ പോകുന്നു. അപ്പോൾ ഇപ്പോൾ ജനനായകൻ എന്ന് പറഞ്ഞ വിജയുടെ സിനിമ ഇറങ്ങാൻ പോകുന്നു ജാനുവരിയിൽ. ഞാൻ ഒരുപാട് വർഷം വിജയ് ഫാൻസിനോടൊപ്പം കുറേ പ്രോഗ്രാംസ്, ഇപ്പോൾ പോലും എല്ലാ വിജയുടെ സിനിമകൾക്കും അതിൻ്റെ ഫാൻസിൻ്റെ എൻ്റയർ കേരളത്തിലുള്ള ഫാൻസിൻ്റെ അസോസിയേഷനുള്ളവർ എന്നെ വിളിക്കും. ഇപ്പോൾ പോലും ജനനായകന് ഒരു വലിയ പ്രോഗ്രാംസ് അവർ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് എൻ്റെ ബൈച്ചേട്ടൻ വരണം, ഉണ്ടാവണം എന്നൊക്കെ. പലരും ചോദിച്ചു, ഇനി വിജയുടെ ലാസ്റ്റ് സിനിമയാണോ ഇത്, എന്തിനു വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ഇത്രയും ഒരു ഇതിൽ നിന്നിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന എന്നെല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. കാര്യം ബന്ധം വെച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ 250 crores എനിക്ക് തോന്നുന്നു ഇപ്പം ലാസ്റ്റത്തെ സിനിമയ്ക്ക് പുള്ളിയുടെ ശമ്പളം. 250 കോടി രൂപ റെമ്യൂണറേഷൻ വാങ്ങുന്ന ഒരു ആക്ടർ. തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ ഇതിനു മുമ്പ് ഞാനൊരു വിജയ് എനിക്ക് വെരി ക്ലോസ് ഫ്രണ്ടാണ്. എനിക്ക് അത്രയും ബന്ധമുള്ള ആളാണ്. രാഷ്ട്രീയം എനിക്കില്ല. എനിക്ക് എല്ലാ രാഷ്ട്രീയക്കാരും എന്നെ ഒരേപോലെയാണ്. എനിക്കും രാഷ്ട്രീയത്തിലേക്കൊക്കെ ഒരുപാട് അവസരങ്ങളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും ആസ് ഐ ആം ആക്ടർ, ഒരു കലാകാരൻ എന്നല്ലാണ്ട് എനിക്ക് ഒരു കലാകാരനേക്കാൾ അപ്പുറം ഒരു രാഷ്ട്രീയക്കാരനായിട്ടോ ഇന്ന പാർട്ടിയുടെ ആളോ, ഓരോ സമയങ്ങളിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ നാടിന് നന്മ ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്താണ്. എൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് ഞാൻ ഇതുവരെ ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം എന്നോടൊരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എല്ലാ ഭാഷയിലും പോയി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ദ ബെസ്റ്റ് ഇൻഡസ്ട്രി ഏതാണെന്ന് ചോദിച്ചു. ഞാൻ ആസ് എ മലയാളി, എന്നുള്ളതിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി തന്നെയാണ്. ലെജൻഡുകളായിട്ടുള്ള ഡയറക്ടേഴ്സും ഒരുപാട് ക്ലാസിക് മൂവീസൊക്കെ ഉണ്ടായിരിക്കുന്നത് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെയാണ്. പക്ഷെ അതുപോലെ തന്നെയാണ് തമിഴ് ഇൻഡസ്ട്രിയും. പക്ഷേ അവിടുത്തെ ആൾക്കാർ സിനിമ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ എന്നുള്ളത് ജീവിതത്തിൻ്റെ ഭാഗമല്ല. പക്ഷേ തമിഴർക്ക് സിനിമ അവരൊരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ നിന്നുള്ള MGR, ജയലളിത, കരുണാനിധിയൊക്കെ സിനിമയിൽ നിന്ന് ബേസ്ഡ് ആയിട്ടുള്ളവർ അവിടെ CM ആയിട്ടുള്ളതും രാഷ്ട്രീയത്തിൽ അത്രയും ശോഭിച്ചിട്ടുള്ളതും. തീർച്ചയായിട്ടും വിജയിക്കും ആ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ 100%. കാര്യം അത് രാഷ്ട്രീയത്തിനേക്കാൾ അപ്പുറം തമിഴർ എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു 250 കോടിയൊക്കെ എന്ന് വെച്ചാൽ 4 പടം ചെയ്ത 1000 crores റെമ്യൂണറേഷൻ വരുന്നത്. അപ്പോൾ അതുപോലും മാറ്റി മക്കൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയം പറയുന്നില്ല. എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ടാണ് വിജയ്. രാഷ്ട്രീയത്തിൽ വന്നാലും അദ്ദേഹം തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാർ പോലെ രാഷ്ട്രീയത്തിലും സൂപ്പർ സ്റ്റാർ ആകും എന്നുള്ളതിൽ 100% എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ വിജയുടെ ഒരു പരിപാടി എങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ മമ്മൂക്കയും ലാലേട്ടനെയും കുറിച്ചും മുൻപ് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ അതിനുശേഷം ഒരുപാട് സിനിമകൾ ഞാൻ പറഞ്ഞു. ഞാൻ സുന്ദരഭൂഷൺ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം KQ എന്ന് പറയുന്ന ഒരു സിനിമ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പടങ്ങളെല്ലാം ചെയ്തുവെങ്കിലും പിന്നീട് ഒരു 10-11 വർഷം മുമ്പ് ഞാൻ ചെയ്യുന്ന സിനിമ KQ എന്ന് പറഞ്ഞ സിനിമയാണ്. KQ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റും ഡയറക്ഷനും എൻ്റെയാണ്. ഞാൻ ഫസ്റ്റ് അത് ഡയറക്ഷൻ ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ അതിനകത്ത് പല സിനിമകൾക്കും നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോഴും ബിഹൈൻഡ് ദ ക്യാമറ എന്താണ് നടക്കുന്നതൊക്കെ എല്ലാം ഞാൻ എൻ്റെ ബ്ലഡിലെ സിനിമ ആയതുകൊണ്ടിട്ട് ഞാൻ അതിൻ്റെ എല്ലാ വശങ്ങളിലും ഞാൻ പോയി നോക്കാറുണ്ട്. സിനിമയെ സംബന്ധിച്ച് അഭിനയിക്കാൻ മാത്രമല്ല പോകുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. ഞാൻ സൗഹൃദങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നതും ആക്ടേഴ്സിനേക്കാൾ കൂടുതൽ ബാക്കിയുള്ള ടെക്നീഷ്യൻസിനോടാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങൾ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ആദ്യം വേറൊരു ഡയറക്ടറായിരുന്നു. പക്ഷേ അദ്ദേഹം നമ്മൾ പറയുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല. ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു തമിഴ് ഒരു ഡയറക്ടറായിരുന്നു വന്നത്. ഒരുപാട് സിനിമകൾ അല്ലെങ്കിൽ വലിയൊരു ഹീറോയുടെ ഒപ്പം നടക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് വാങ്ങിക്കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞാണ് എന്നെ ഫസ്റ്റ് പുള്ളിക്കാരൻ ഡയറക്ഷനിൽ എന്നെ വന്ന് അപ്രോച്ച് ചെയ്യുന്നതും
അപ്പം ഞാൻ ഓർത്തു അങ്ങനെയുള്ള വലിയൊരു ആക്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിനിമയ്ക്ക് ഭയങ്കര ഗുണം ചെയ്യും. പിന്നീടാണ് അതറിഞ്ഞതെല്ലാം ഒരു ഡയലോഗുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കഥയായതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ആർട്ടിസ്റ്റുകളുടെ അടുത്തൊക്കെ ഞാനാണ് പോയിട്ട് നറേറ്റ് ചെയ്യുന്നത്, സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോറി നറേറ്റ് ചെയ്യുന്ന രീതി കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, അങ്ങനെ എന്തുകൊണ്ട് ബൈചേട്ടന് ഡയറക്ഷൻ ചെയ്തുകൂടാ? ആ സ്റ്റോറി നറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഷോർട്ട് ഇത് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ കേൾക്കൂ എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഞാൻ ആദ്യം സംവിധായകനായി. പിന്നെ എനിക്ക് എടുത്ത് ചെയ്യേണ്ടിയിരുന്ന ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ആസ് എ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. അതിനകത്ത് ലീഡ് റോൾ എന്നുള്ള ഒരു പരിപാടിയും കൂടെ പ്ലാൻ ചെയ്തു. 2 ഹീറോസാണ്, നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ഹീറോസാണ് 2. ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തു, പിന്നെ ഒരു ക്യാരക്ടർ ആൻസൺ പോൾ ചെയ്തു. ഹീറോയിൻ വന്നിട്ട് ബില്ലറ്റൂന് ശേഷം പാർവതി ഓമനക്കുട്ടൻ ഞങ്ങളുടെ ഹീറോയിനായി. ആൻസനെ കുറിച്ച് പറയുമ്പോഴും ഇതുപോലെ വിക്ടറി എന്ന് പറയുന്ന ഒരു ആക്ടറായിരുന്നു ആദ്യം നമ്മൾ കാസ്റ്റ് ചെയ്തിരുന്നത് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന്. വിക്ടറിക്ക് പകരമാണ് പിന്നെ നമ്മൾ ഓഡിയേഷൻ വെച്ചിട്ട്, അന്ന് ആൻസൺ പോളും ഫൈനൽ ഓഡിയേഷന് ടൊവിനോയും ആണ് 2 പേരും വന്നു. അങ്ങനെ ടൊവിനോയും ആൻസൺ പോളും, അതിൽ നിന്ന് ഞാൻ ആൻസൺ പോളിനെ സെലക്ട് ചെയ്തു. ടൊവി ഇപ്പോഴും പറയും, ചേട്ടൻ്റെ ഓഡീഷനിൽ വന്ന് ചേട്ടൻ എന്നെ സെലക്ട് ചെയ്തില്ല എന്നൊക്കെ. ടൊവി ഇപ്പോൾ വലിയ ഗംഭീര ആക്ടറായി, എന്താ പറയുക, സന്തോഷമേ ഉള്ളൂ. ചിലപ്പോൾ കേക്കിൽ വന്നിരുന്നെങ്കിൽ എന്നാലും ഗംഭീര ആക്ടറാവും. ആൻസൺ പോളും ബിസിയുള്ള തിരക്കുള്ള തമിഴും തെലുങ്കും ഒക്കെ ഇപ്പോൾ ആൻസണും ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സിനിമ എന്നെ സംബന്ധിച്ച് പടം നല്ലതായിരുന്നു, അതിൻ്റെ ഗംഭീര ടെക്നീഷ്യൻസ് ആയിരുന്നു. അതിൻ്റെ എഡിറ്റർ വന്നിട്ട് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ ആന്റണി എന്ന് പറയുന്ന എഡിറ്ററായിരുന്നു. അന്ന് ആന്റണി ശങ്കർ സാറിൻ്റെയും അതുപോലെ വലിയ 2-3 പടങ്ങൾ ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് ഒരു എഡിറ്റർ മസ്റ്റായിട്ടും അങ്ങനത്തെ ഒരാളായിരിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളി ആദ്യം ചെന്ന് കണ്ട് സംസാരിച്ച് പറഞ്ഞു, ഞാൻ ബിസിയാണ്, മലയാള പടം ബഡ്ജറ്റില്ല, അല്ലെങ്കിൽ തന്നെ എനിക്ക് ടൈമില്ല. ഞാൻ പറഞ്ഞു, സാർ ഇത് എൻ്റെ മൂവിയൊന്നും ഞാൻ ഫസ്റ്റ് ഇത്രയും വർഷങ്ങളായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ആക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റാണ്. അങ്ങനെ സാറിൻ്റെ ഷോട്ടുകൾ കണ്ടിട്ട് മാത്രം ഇതിനകത്ത് എഡിറ്ററായാൽ മതി. ഷോട്ട് കണ്ട പുള്ളി ഭയങ്കര ഇഷ്ടമായി, ഞാൻ തന്നെ എഡിറ്റ് ചെയ്തു. സ്റ്റീഫൻ ദേവസിയുടെ മ്യൂസിക്, ചോമോൻ്റെ ക്യാമറ, അങ്ങനെ വില്ലൻ വിജയ് റാസ് എന്ന് പറയുന്ന ഡൽഹി ബല്ലി അമീർ ഖാൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൽ വന്ന ഇത്, അങ്ങനെ എൻ്റെ ക്രൂവും ആർട്ടിസ്റ്റും ഒക്കെ ഗംഭീരമായിരുന്നു. പക്ഷേ എന്തോ ആ ഒരു സിനിമ വലിയ രീതിയിലേക്ക് എത്താൻ പറ്റിയില്ല. എനിക്ക് സാമ്പത്തികപരമായിട്ട് ഭയങ്കരമായിട്ടുള്ള ലോസ് വന്നു. സിനിമ കറക്റ്റായിട്ട് ഞാൻ അന്ന് പഠിച്ച പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ നമ്മൾ എന്ത് ഗംഭീരമാക്കിയാലും നമ്മൾ മാർക്കറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളുടെ ഭാഗമായിട്ട് മാറ്റി നിർത്തപ്പെട്ട ഒരു സിനിമയാണ് KQ. പിന്നെ കറക്റ്റ് റൈറ്റ് ടൈം എനിക്ക് തിയേറ്ററുകൾ ഞാൻ വേറൊരാൾക്കാണ് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തത്. എനിക്ക് ആദ്യം കിട്ടിയ ലിസ്റ്റ് ഒരുപാട് തിയേറ്റർ ലിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈവനിങ് ആണ് അറിയുന്നത് ഓരോ തിയേറ്ററുകളും വലിയ സിനിമകൾ കളിക്കാത്ത മോശം സിനിമകളൊക്കെ കളിക്കുന്ന തിയേറ്ററുകളിൽ നോൺ ഷോയും 12 മണിയുടെ ഷോയും 10 മണി രാവിലെ 10 മണിയുടെ ഷോയൊക്കെ വെച്ചിട്ട് ആ ഡിസ്ട്രിബ്യൂട്ടർ ഒരു പേരിനൊരു സിനിമ റിലീസാക്കുക എന്നുള്ളത്. അപ്പോഴേക്കും നമ്മൾ പേപ്പറിൽ അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ ഞാൻ അന്നും ഡാഡിയോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് റിലീസ് മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ ഡാഡിയാണ് പറഞ്ഞത്, നമ്മൾ അനൗൺസ് ചെയ്തു പോയില്ലേ, നീ നാളെ മുതലെന്ന് പറഞ്ഞ് പേപ്പറിൽ കൊടുത്തില്ലേ, ഇനി പറഞ്ഞ വാക്ക് തെറ്റിക്കണ്ട. അങ്ങനെ ആ സിനിമ കൊണ്ട് റിലീസ് ചെയ്തു. നല്ല അഭിപ്രായം വന്നു. പക്ഷേ ഇതുപോലുള്ള തിയേറ്ററുകളിലും ഇതുപോലത്തെ ഷോസും ആൾക്കാർക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ടും ആ പടം ഇങ്ങനെയായി. അതെങ്ങനെ അങ്ങ് മാറ്റി നിർത്തി. ഇനി സിനിമ നിർമ്മിക്കുന്നില്ല എന്ന് കരുതി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് 10-11 വർഷം വീണ്ടും അഭിനയവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കൂടോത്രം എന്ന് പറഞ്ഞ സിനിമ എന്നിലേക്ക് എത്തപ്പെട്ടത്. അന്നും ഒരു സിനിമ ചെയ്യണം നല്ലൊരു കാര്യം, ഇന്ന് കണ്ടൻ്റാണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കണ്ടൻറ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് മാർക്കറ്റ് ചെയ്താൽ അത് തിയേറ്ററിൽ ഓടും, പ്രേക്ഷകരെത്തും, പ്രേക്ഷകരറിയണം ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ 10-14 സ്ക്രിപ്റ്റ് കേട്ട കൂട്ടത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായൊരു സ്ക്രിപ്റ്റാണ് കൂടോത്രം. അത് സന്തോഷ് ഇടുക്കി എന്ന് പറയുന്ന ഒരു റൈറ്ററും
ജിസ്ബിൻ സെബാസ്റ്റ്യൻ എന്നുള്ളൊരു ക്യാമറമാനും അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് എൻ്റെ വീട്ടിൽ വന്നിങ്ങനെ സബ്ജക്റ്റ്. എനിക്ക് ആ സിനിമയെ ആദ്യം ഇഷ്ടപ്പെടാൻ തോന്നിയത് അതിൻ്റെ ഒരു ഡിസൈനിങ് ആയിരുന്നു ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഡിസൈനിങ് ഗംഭീരമായിരുന്നു. എൻ്റെ ടൈറ്റിൽ കൂടോത്രം എന്നുള്ള അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷമാണ് ഞാൻ സബ്ജക്റ്റ് കേൾക്കുന്നത്. സബ്ജക്റ്റ് കേൾക്കുമ്പോൾ അത് ഞങ്ങൾ അതിന് ശേഷം പ്രീ പ്രൊഡക്ഷൻ ഇരുന്നു. ഏകദേശം 4 മാസത്തോളം ഓരോ സബ്ജക്റ്റും കാര്യങ്ങളും ഡിസ്കഷനും പരിപാടികളും എല്ലാം അങ്ങനെ അത് ഭയങ്കരമായിട്ട് അങ്ങനെ വർക്ക് ചെയ്ത് ഒരു എല്ലാത്തരം ഓഡിയൻസിനെയും പറ്റുന്ന ഒരു കണ്ടൻറ്റിലേക്ക് നമ്മളത് എത്തിച്ചു. അത് ഷൂട്ട് തുടങ്ങിയത് ഡിസംബറിലാണ്. ഇതിപ്പോൾ നവംബറാണ്. നവംബർ എന്നെ സംബന്ധിച്ച് ഈ നവംബറും എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് തരുന്നതും അതുപോലെ സങ്കടങ്ങൾ തരുന്നതും ഒരു മാസമാണ് നവംബർ. കാരണം ഞാൻ ആദ്യമായിട്ടൊരു സിനിമയിലെ പ്ലേ ബാക്ക് പാടി 1-2 പാട്ട്. ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ പാടും എന്നല്ലാണ്ട് ഞാനൊരു പ്ലേ ബാക്ക് സിംഗർ ആകുന്നു ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല. ഒരു സിനിമ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ദൈവം എന്നെ പ്രൊഡ്യൂസറാക്കി, ഡയറക്ടറാക്കി, റൈറ്ററാക്കി. പ്ലേ ബാക്ക് അങ്ങനെ ഒരു സിനിമയിൽ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന വയനാടൻ കഥ എന്ന് പറഞ്ഞ സിനിമയിൽ പ്രമോദ് സാരംഗി മ്യൂസിക് ചെയ്യുന്ന സിനിമയിൽ ആദ്യം ഒരു പാട്ട് ഞാൻ ജസ്റ്റ് സ്റ്റുഡിയോയിൽ ഇതുപോലെ വർക്ക് കഴിഞ്ഞ് പോയപ്പോൾ വെറുതെ പോയതാ സ്റ്റുഡിയോയിൽ. അപ്പോൾ അന്ന് അത് പാടാൻ, അതായത് ജസ്റ്റ് പാടിയാൻ വരാമെന്ന് പറഞ്ഞാൽ വന്നില്ല. അങ്ങനെ ഞാനൊന്ന് പാടി നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാനത് പാടി. അത് ചുമ്മാ പാടി. അപ്പോൾ അതിൻ്റെ പുറത്ത് വേറെ ആരെങ്കിലും പാടുമെന്നാണ് കരുതിയിരുന്നത് വെച്ചത്. പക്ഷേ മ്യൂസിക് ഡയറക്ടറും അതിൻ്റെ ഡയറക്ടർ അമീർ ബഷീർ അങ്ങനെ അവർ പറഞ്ഞു, ചേട്ടൻ തന്നെയാണ് പാടി, ഒന്നുകൂടെ വന്ന് പാടാൻ പറ്റുമോ? അങ്ങനെ പോയിട്ട് അത് പാടി. അപ്പോൾ അത് നന്നായി വന്നിട്ടുണ്ട്. ഞാൻ അഭിനയിക്കുകയും കൊണ്ട് ഒരു സിനിമ ചെയ്ത അത് ഈ ഡബിൾ ക്യാരക്ടർ, നേരിട്ട് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതിൽ പിന്നെയും ഒരു ക്ലൈമാക്സ് കഴിഞ്ഞിട്ടൊരു പാട്ട് ഞാനും ബാമയും കൂടെ വേറൊരു പാട്ട് പാടി. പിന്നെ എൻ്റെ സിനിമ കൂടോത്രം എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പോകുന്നു. ഞാൻ കഥ എഴുതിയ ഒരു സിനിമ വിസ്കി എന്ന് പറഞ്ഞ സിനിമ, അതിൻ്റെ ഷൂട്ട് ഇപ്പോൾ നടക്കുന്നു. ജോജോ കുരിശിങ്കൽ ഡയറക്റ്റ് ചെയ്യുന്ന രഞ്ജിത്ത് ഹീറോ എന്ന സിനിമ ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ റൈച്ചൽ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ റിലീസാകാൻ പോകുന്നു. നല്ല ക്യാരക്ടർ ചെയ്ത്. എൻ്റെ മോളുണ്ടായ മാസം നവംബർ 14 അതിനേക്കാൾ ഉപരി എൻ്റെ അനിയൻ എന്നെ വിട്ടുപോയ ഒരു മാസം കൂടെയാണ്. ഒരു വർഷം തികയുന്നു. അപ്പോൾ ഹാപ്പിനെസ്സും അതുപോലെ സങ്കടവും എല്ലാം കൂടെ ഒത്തിണങ്ങി ഇങ്ങനെ പോകുന്ന ഒരു സമയമാണിത്. സങ്കടങ്ങൾ സന്തോഷമാക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ സങ്കടത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മളങ്ങനെ തന്നെ പോകും. എന്നാലും നമുക്ക് ഇങ്ങനെ ഓർത്തോർത്ത് പോയാൽ വേർപാടെന്നൊരു വേർപാട് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പോകുന്നു. പിന്നെ അവരുടെ പ്രാർത്ഥന നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ വിജയത്തിലേക്ക് നമ്മൾ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നത്. ടേക്ക് ഓഫ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ 2025. കാര്യം ഞാൻ സിനിമയിൽ 36 വർഷമായിട്ട് വന്നതാണെങ്കിൽ പോലും എൻ്റെ മുമ്പിലൂടെ തന്നെയാണ് എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. സിനിമയില്ലാത്ത ഒരു മാസവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എല്ലാവരും വലിയ ടേക്ക് ഓഫിലേക്ക് പോയി. ഞാൻ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ പോയി. അത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇന്നും നിൽക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. 36 വർഷമായിട്ടും ഒരു വർഷം പോലും സിനിമയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയും ടെക്നീഷ്യൻസിനോടൊപ്പം, ഇത്രയും ആക്ടേഴ്സിനോടൊപ്പം, പിന്നെ പ്രേക്ഷകരായ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഇഷ്ടമൊക്കെ കിട്ടിയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. എന്താ പറയുക, അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു സിനിമയുടെ കാര്യങ്ങൾ. ഇനി പറയാനാണെങ്കിൽ ഇങ്ങനെ കുറേ നമ്മൾ എത്രയോ പറഞ്ഞാലും ഇങ്ങനെ മതി വരാത്ത ഒരുപാട് മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മെമ്മറീസ് എനിക്ക് തന്നിട്ടുണ്ട് സിനിമ എന്ന് പറയുന്നത്. അത് ആർക്കും കിട്ടാത്ത അത്രയും ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എനിക്ക് എല്ലാ രാഷ്ട്രീയത്തിലും എനിക്ക് എല്ലാ തരത്തിലുള്ള നല്ല ബന്ധങ്ങളുണ്ട്. എല്ലാ രാഷ്ട്രീയം, എനിക്കൊരു പ്രത്യേകമായ രാഷ്ട്രീയം ഞാനില്ല എന്ന് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ രാഷ്ട്രീയത്തിലുള്ളവരോടും നല്ല സൗഹൃദത്തിൽ തന്നെ പോകുന്നു. സിനിമയുമായിട്ട് ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും പലരുമായിട്ട് സംസാരിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കാര്യം, നമ്മൾ വിജയുടെ കാര്യം പറഞ്ഞു, അതുപോലെ മലയാളത്തിലിപ്പോൾ കേരളത്തിൻ്റെ കാര്യം പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഒരു കലാകാരൻ എന്ന് പറയുന്ന ഒരാൾ, അത് എൻ്റെ കാഴ്ചപ്പാടാണ്. അത് ചിലപ്പോൾ വളരെ ഇതായിട്ടൊരു കലാകാരൻ എന്ന് പറയുന്ന എല്ലാവരുടെയാണ്.
ഒരു കുടുംബം എന്ന് പറയുന്ന കുടുംബത്തിലൊരു അംഗമാണ് അതിലെ ആൾ. അയാൾ എന്താ പറയുക, എൻ്റർടൈനറാണ്. അവരെ സന്തോഷിപ്പിക്കണം, അവരുടെ കാര്യങ്ങൾ അവരൊരു എന്താ പറയുക, അതെൻ്റെയാണ് എന്ന് പറഞ്ഞിട്ടല്ലെങ്കിൽ ഇന്ന ബൈജു എൻ്റെയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പമാണ് എന്ന് കരുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിന്നാൽ മാത്രമേ ഈ പ്രേക്ഷകരോടൊപ്പം നമുക്ക് നിന്ന് പോകാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഈ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളൊക്കെല്ലാം നെഗറ്റീവ് ആണെങ്കിൽ പോലും, നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ് കൂടുതൽ, വില്ലൻ ക്യാരക്ടേഴ്സാണ് ചെയ്തതെങ്കിലും പ്രേക്ഷകരുടെ ഇടയിൽ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഇടയിൽ എനിക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്. അത് കളയാതെ നല്ല രീതിയിൽ മുമ്പിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന സിനിമയിൽ. ഞാൻ തെർമോക്കോളിൻ്റെ ഡമ്മി 4-5 ഇഷ്ടിയാണ്, ബാക്കിയെല്ലാം ഒറിജിനൽ ഇഷ്ടിയാണ് ഇരിക്കുന്നത്. ഒരടി ഇങ്ങനെ വന്നിട്ട് പുള്ളിക്കാരനെ എടുക്കേണ്ടത് ഡമ്മിയാണ് എടുക്കേണ്ടത്, പക്ഷേ ഒറിജിനൽ ഇഷ്ടിങ് എടുത്തിട്ട് ഇങ്ങനെ വന്നു. പുള്ളി ഒരു സെക്കൻഡിൽ തിരിച്ചറിയും ഇത് ഒറിജിനൽ ഇഷ്ടിയാണെന്നുള്ള. ഇങ്ങനെ വന്ന സാധനം പുള്ളി എന്ത് ചെയ്ത് ഇങ്ങനെ എടുത്ത് ഇവിടെ അടിച്ചായിരുന്നെങ്കിൽ എൻ്റെ ഫേസ് ഫുൾ തകർന്നു പോകാൻ. എടുത്തിട്ട് ഒറ്റ എറിഞ്ഞ് നിലത്തിട്ട് എറിഞ്ഞു. അതൊന്ന് കറക്റ്റ് കാലയിലേക്ക് കൊണ്ടോ കാലിൻ്റെ അവിടെ ഇത്രയും പൊട്ടി, മീൻസ് 5-6 സ്റ്റിച്ച് ഇടുന്ന രീതിയിലേക്കായി.